ഹായ് ഹലോ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള കുക്കർ ബിരിയാണി ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ സവോള, തക്കാളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും വെച്ചൊരു അരമണിക്കൂറെങ്കിലും ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് അരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം. 20 to 30 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത അരി നമുക്ക് ഊറ്റി വയ്ക്കാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്ര മസാലപ്പൊടികളാണ് നമുക്ക് വേണ്ടത്. മസാലപ്പൊടികളൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ചിക്കൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ചിക്കൻ കുക്കർ തുറന്ന് വെച്ചിട്ടൊന്ന് വേവിക്കണം. 5 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളം അളന്ന് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ മതി, നമ്മൾ ബിരിയാണി റെഡിയാവും. അപ്പോൾ സിമ്പിളാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാതെ മടി പിടിച്ചിരിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വേവും കേട്ടോ, ഒരൊറ്റ വിസിൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.